ഹായ് ഹലോ വെൽക്കം ടു അറിവോള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വികാസം നമ്മൾ ചർച്ച ചെയ്തു, ഭാഷാ വികാസം ചർച്ച ചെയ്തു, നൈതിക വികാസവും ചർച്ച ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നതാണ് ശാരീരിക ചാലക വികാസം, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിന്റെ മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ചാലക വികാസം, എലിസബത്ത് ഹെർലോക്ക്, ഈ രണ്ട് സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എലിസബത്ത് ഹെർലോക്ക് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല, അങ്ങനെ ചോദിച്ച് കാണാറില്ല. ഓക്കെ, നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാം. ശാരീരിക ചാലക വികാസം അഥവാ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്, സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനിച്ചത് മുതലുള്ള ശാരീരികമായും ആന്തരികമായും വരുന്ന മാറ്റങ്ങളാണ് ശാരീരിക വികാസം എന്ന് പറയുന്നത്. ശരീരത്തിലെ പേശികൾ, അസ്ഥികൾ, നാഡീവ്യവസ്ഥ എന്നിവയുടെ വളർച്ചയിലൂടെ കുട്ടി ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന പ്രക്രിയയാണ് ആക്ച്വലി ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത്. കൂടാതെ ശാരീരിക വൈകല്യമുള്ളവർക്ക് സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഇത് അവരുടെ മാനസിക വളർച്ചയെ ബാധിക്കും. കുട്ടികളുടെ വളർച്ച നിയന്ത്രിക്കുന്നതിന് അവന്റെ പാരമ്പര്യത്തിനും പരിസ്ഥിതിക്കും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശാരീരിക ചാലക വികാസത്തെ കുറിച്ചിട്ട് ഡോക്ടർ എലിസബത്ത് ഹെർലോക്ക് പഠനം നടത്തുകയും അത് അവരുടെ ബുക്കായിട്ടുള്ള ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന പുസ്തകത്തിലും അതുപോലെ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിലും ശാരീരിക ചാലകത്തെ കുറിച്ചിട്ട് പരാമർശിച്ചു. അവരുടെ അഭിപ്രായത്തിൽ ശരീരത്തിന്റെ വലിപ്പത്തിലും ഘടനയിലും പ്രവർത്തനശേഷിയിലും സംഭവിക്കുന്ന ക്രമാനുസൃതമായ മാറ്റങ്ങളെയാണ് ശാരീരിക വികാസം എന്ന് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എൻഡോമോർഫ്, മെസോമോർഫ്, എക്ടോമോർഫ്. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കാണ് പറയുന്നത്. അതുപോലെ മെസോമോർഫ് എന്ന് പറഞ്ഞാൽ ചതുരാകൃതിയിൽ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്കാണ് ഉദ്ദേശിച്ചത്. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ മെല്ലിട്ട് അധികം മസിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഉദ്ദേശിച്ചത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് നിങ്ങളൊന്ന് വായിച്ചു പോയത്. അവരുടെ അഭിപ്രായത്തിൽ ശാരീരിക അനുപാതം അനുസരിച്ച് ഓരോരുത്തരും വ്യത്യസ്ത വ്യവഹാരം കാണിക്കും. എന്ന് വെച്ചാൽ ബോഡി ഇമേജ്, നമുക്ക് നല്ലൊരു ബോഡി ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കൂടും, സാമൂഹിക ബന്ധങ്ങൾ ഒന്നുകൂടെ ഉഷാറാവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശാരീരിക അനുപാത ഘടകങ്ങൾ എന്ന് പറയുന്നത് കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം. അവരിപ്പോൾ എല്ലാവരും അവൻ്റെ ചുറ്റുപാടെന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല തടിച്ചിട്ടാണ് അല്ലെങ്കിൽ എല്ലാം മെല്ലിട്ടാണ്, ഒരു ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്കത് നല്ലോണം ബാധിക്കും. അവരുടെ ആത്മവിശ്വാസത്തെ അടക്കം ബാധിക്കും. ഇപ്പോൾ അധ്യാപകരടക്കം അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ അവിടെ ബാധിക്കും. അപ്പോൾ നേരെ മറിച്ച് എന്താ ചെയ്യേണ്ടത്, അധ്യാപകൻ ഇത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് വേണ്ടത്. ശേഷം വരുന്ന ഭാഗമാണ് മോട്ടോർ ഡെവലപ്മെന്റ്. ശാരീരിക വളർച്ചയിലൂടെ നേടുന്ന നൈപുണികളാണ് ചാലക വികാസം എന്ന് പറയുന്നത്. കുട്ടികളിലെ ഈ ശാരീരിക വളർച്ചയും അല്ലെങ്കിൽ പേശികളുടെ നിയന്ത്രണവും ഒരു പ്രത്യേക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ തലങ്ങൾക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതാണ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മയിലേക്ക് എന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ശരീരത്തിലെ വലിയ പേശി വിഭാഗങ്ങളുടെ വികാസമാണ് ആദ്യം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് കുട്ടി ആദ്യം ചെറുപ്പത്തിലൊക്കെ എന്താണ്, പന്ത് പിടിക്കാൻ 2 കൈകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വളരും തോറും എന്താണ്, വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് അത് പിടിക്കുന്നത് അല്ലെങ്കിൽ എറിയുന്നത്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞോട്ടോ മനസ്സിലാവാൻ. രണ്ടാമതാണ് സ്ഥൂല പേശിയിൽ നിന്നും സൂക്ഷ്മ പേശിയിലേക്ക്. എന്ന് വെച്ചാൽ കൈവിരലുകളിലെയും കൈത്തണ്ടിലെയും ചെറിയ പേശികളുടെ കൃത്യമായ ഉപയോഗമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ നേരെ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. മൂന്നാമത്തതാണ് തലയിൽ നിന്നും പാദത്തിലേക്ക്. ഈ സിദ്ധാന്തം പ്രകാരം എപ്പോഴും വികാസം നടക്കുന്നത് മുകളിൽ നിന്നും തലയിൽ നിന്നിട്ടും അടിയിക്കാണെന്നാണ് പറയുന്നത്. അതിൽ വരുന്ന ഘട്ടങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, തല, കഴുത്ത്, ബാഹു, പാദം എന്നത്. ഓക്കെ. നാലാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് അക്ഷത്തിൽ നിന്നും വശങ്ങളിലേക്ക്. എന്ന് വെച്ചാൽ നമ്മളെ നട്ടലിൽ നിന്നിട്ടും അഗ്രഭാഗ ഓരോ വശങ്ങളിലേക്ക് അവിടുന്ന് അങ്ങനെയാണ് വികാസം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ ഇതാണ് ഈ 4 വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. ചാലക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ പേശിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വേറെ കുറേ ഘടകങ്ങളായിട്ട് ഇന്റർ റിലേറ്റഡ് ആണ്. അതിൽ ഒന്നാമതാണ് ഗർഭസമയത്തെ മാതാവിന്റെ മാനസികാവസ്ഥ കുട്ടിയെ ബാധിക്കും. അതുപോലെ ഗർഭസമയത്തെ മാതാവിൽ നിന്ന് ലഭിക്കുന്ന പോഷകാഹാരം, പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന പരിചരണം, ശിശുവിനുണ്ടാകുന്ന രോഗങ്ങൾ, ഒറ്റ ഇരട്ട പ്രസവം, അതുപോലെ പോഷകാഹാരത്തിന്റെ ലഭ്യത, ഇത്രയും ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കുട്ടികളുടെ പേശികളുടെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കും. അവസാനമായിട്ട് വരുന്ന ഭാഗമാണ് വിളംബിത ചാലക വികാസം, ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ചാലക വികാസത്തിൽ ഉണ്ടാകുന്ന തടസ്സത്തെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ട കുറെ ശാരീരിക ചലനങ്ങളുണ്ട്. അത് നേരം വെക്കുന്ന അവസ്ഥയ്ക്കാണ് വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്. ഇപ്പോൾ 1 വയസ്സായിട്ടും ഇരിക്കാണ്ടിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത വർക്കൗട്ട്, അതുപോലെ പോഷകാഹാരക്കുറവ്, പിന്നെ ഒരു ഉത്തേജനമില്ലായ്മ, ഒരു എനർജി കുറവ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ എപ്പോഴും കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ ബെഡിൽ കിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ
ഇറങ്ങാൻ തോന്നൂല, ആ ഒരു എനർജി എപ്പോഴും ഉണ്ടാവില്ല. ചാലക പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ഭയം, എന്തെങ്കിലുമൊക്കെ ഒരു ആ ഒരു പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ആക്ടിവിറ്റിയിൽ എപ്പോഴും ഇങ്ങനെ ഏർപ്പെടുത്താനുള്ള ഒരു ഭയം, അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിനനുസരിച്ച് പാരൻസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന് വെച്ചാൽ അപ്പോൾ കുട്ടി ഇരിക്കണതിൻ്റെ മുന്നേ എഴുതാൻ ശ്രമിപ്പിക്കുക. എന്നുവെച്ചാൽ ഒരു ശരിയായിട്ട് ആ പ്രായത്തിൽ എന്താണോ നടക്കേണ്ടത് അത് നടക്കാണ്ട് വേറെ ഒന്ന് നടക്കുക. ക്രമമല്ലാത്ത വികാസം, അതാണ് അതിന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ, താങ്ക് യു.